ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് തുടക്കമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. ഇന്ത്യ പോളണ്ട് സൗഹൃദം ദൃഢമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പോളിഷ് പ്രസിഡന്റ് ആൻഡ്ഷ്യൂ ഡൂഡ, പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം സംവദിക്കും. മറ്റന്നാൾ യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തും. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനമായ ഓഗസ്റ്റ് 23-ന് രാജ്യത്തുടനീളം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യം ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡർ ഇറക്കിയതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ 5 മടങ്ങ് വർദ്ധിച്ച് $44 ബില്യൺ എത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബഹിരാകാശ ദിനാചരണത്തിന്റെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ച് 7 പേർ മരിച്ചു. അനകപ്പള്ളി ജില്ലയിലെ എസൻഷ്യ ഫാർമ കമ്പനിയിലുണ്ടായ അപകടത്തിൽ 30 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. AAY കാർഡുടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും 13 ഇനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗം PR ശ്രീജേഷിന് പാരിതോഷികമായി 2 കോടി രൂപ നൽകാനും തീരുമാനമായി. സംസ്ഥാനത്തെ സർക്കാർ മേഖലയിലെ 513 സ്കൂളുകളിലായി 957 അധിക തസ്തികകളും 699 എയ്ഡഡ് സ്കൂളുകളിലായി 1368 അധിക തസ്തികകളും അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡിന്റെ കരട് പദ്ധതി റിപ്പോർട്ടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ചില രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും പ്രമുഖ ശാസ്ത്ര സാഹിത്യകാരനുമായിരുന്ന TK കൊച്ചുനാരായണൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തിരുവനന്തപുരം പട്ടത്ത വസതിയിലായിരുന്നു അന്ത്യം. പാലക്കാട് ജില്ലയിലെ ആലങ്ങാട് സ്വദേശിയായ ഇദ്ദേഹം കേരള വിജ്ഞാനകോശത്തിന്റെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി ഗണിതശാസ്ത്ര പുസ്തകങ്ങളടക്കം 50ഓളം വൈജ്ഞാനിക പുസ്തകങ്ങളുടെ രചയിതാവാണ്. ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പാക്കണം. സന്നിധാനത്തും പമ്പയിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് ചരക്ക് വാഹനങ്ങൾ നിലയ്ക്കൽ ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കണം. ഇത്തവണ നിലയ്ക്കലിൽ 10,000 പേർക്കുള്ള പാർക്കിംഗ് സൗകര്യമൊരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പമ്പയിൽ അയ്യപ്പന്മാർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ഓണക്കാലത്ത് 1 ലിറ്റർ പാലിന് 9 രൂപ വീതം അധിക വില നൽകാൻ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭരണസമിതി തീരുമാനിച്ചു. ഇതിൽ 7 രൂപ ക്ഷീര സംഘങ്ങൾക്ക് അധിക പാൽ വിലയായി നൽകും. 5 രൂപ ക്ഷീരസംഘങ്ങൾ ക്ഷീര കർഷകർക്ക് നൽകണം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം നടത്തുന്നത്. അതിനിടെ കുട്ടി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായാണ് സൂചന. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കുട്ടികളെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് ബാലവേല ചെയ്യിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം N സുനന്ദ. ബാലവേല, ബാലവിവാഹ നിർമ്മാർജ്ജനം സംബന്ധിച്ച് കോട്ടയത്ത് സംഘടിപ്പിച്ച കൂടിയാലോചനാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മലപ്പുറത്തെ നിപ പ്രതിരോധം വിജയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ 42 ദിവസം കഴിഞ്ഞതിനാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 472 പേരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.